കർത്താവിൻ്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ദൈവവചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി അടുത്തു വന്നിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് ക്രിസ്തുമതത്തിലെ അനാചാരങ്ങൾ എന്നുള്ളതായിരുന്നു. അതേ വിഷയത്തിൻ്റെ അനുബന്ധമായി വീണ്ടും ചില അനാചാരങ്ങൾ കൂടെ നിങ്ങളുടെ മുമ്പിൽ അനാവരണം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുക. അതിന് നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ ചിന്തയും അതിലേക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമുഖമായി ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. വെളിപാട് പുസ്തകം 3-ാം അധ്യായം, അതിൻ്റെ 17 മുതലുള്ള ഒരു വാക്യം, 17-18 വാക്യങ്ങൾ. അതേ വെളിപാട് പുസ്തകം ആദ്യ 1-2 അധ്യായങ്ങൾ നാം കാണുന്നത് 7 സഭകൾക്കുള്ള ദൂതുകൾ. ഇതിൽ 7ാമത്തെ സഭ എന്ന് പറയുന്ന ഈ ലവദോക്യ സഭയുടെ കാലഘട്ടം, അത് നാം ഇപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടമാണ്. അപ്പൊ ഈ ലവദോക്യ സഭയുടെ ദൂതന് എഴുതുക എന്ന് പറഞ്ഞിട്ട് കർത്താവ് അറിയിച്ചു കൊടുക്കുക യോഹന്നാന് ചില ചിന്തകൾ. അതാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഇന്ന് ആദ്യമായി നൽകുവാൻ ആഗ്രഹിക്കുന്നത്. 17-ാം വാക്യത്തിൽ പറയുക, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ള ഉടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവിൻ എന്ന് ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. എന്താ പറയുന്നേ? ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാൻ. ഇപ്പൊ ലവദോക്യ സഭ ഈ കാലഘട്ടത്തിലെ സഭയുടെ അനുഭവമായി പറയുന്നു. ഇവിടെ എന്താണ് നാം കാണുന്നത്? ഇവിടെ കാണുന്നത് ഇന്ന് ക്രൈസ്തവ സഭ, ക്രിസ്തീയ സഭകൾ എന്ന് പേരിൽ അറിയപ്പെടുന്ന ഈ സഭ, നമുക്ക് ക്രിസ്ത്യാനികളെന്നോ ക്രിസ്തു മതമെന്നോ പറയുവാൻ ബുദ്ധിമുട്ട് തോന്നുന്ന തരത്തിലുള്ള അനാചാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സഭയായി മാറിയിട്ടില്ലേ? വെറും സമ്പത്തും അധികാരവും മാത്രം കൈമുതലാക്കിക്കൊണ്ട് വിശ്വാസികളെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ വേണ്ടി ഏതെല്ലാം ആചാരങ്ങൾ അവരിൽ കൊണ്ട് എത്തിക്കാം, ആ ആചാരങ്ങളിൽ അവരെ ബന്ധിച്ചു നിർത്തിക്കൊണ്ട് സത്യത്തിൽ നിന്നും ബഹുദൂരം പിന്നിൽ സഞ്ചരിക്കുന്ന ഒരു സഭയായി തീർന്നു ക്രൈസ്തവ സഭ എന്ന് പറയുന്നതിൽ നമുക്ക് ദുഃഖമുണ്ട്. പക്ഷെ അത് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. ഇതാണ് ഇവിടെ പറയാ, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു. ഇതാണ് ഇന്നത്തെ സഭയുടെ ചിത്രം. ഞാൻ ധനവാനാണ്, സമ്പന്നനാണ്. സാമ്പത്തികമായി അധികാരങ്ങളും സ്ഥാനമാനങ്ങളും സ്വത്തും സമ്പാദിച്ച് ഏതാണ്ട് ലോകത്തിലെ ഏറ്റവും ധന സമൃദ്ധിയുള്ള ഒരു സഭയായി മാറിക്കഴിഞ്ഞു ക്രൈസ്തവ സഭ. അവിടെ ക്രൈസ്തവ സഭയുടെ വീഴ്ച ആരംഭിക്കുന്നത് കുസ്തന്തീനോസ് എന്ന് പറയുന്ന റോമൻ ചക്രവർത്തി ക്രൈസ്തവ മതം സ്വീകരിക്കുന്നതിനോട് കൂടിയാണ്. അപ്പൊ അതിലേക്ക് ഞാൻ പിന്നീട് വരാം, അത് മറ്റൊരു വിഷയമാണ്. നീ എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കയാൽ. അപ്പൊ നിന്റെ അവസ്ഥയെക്കുറിച്ച് നീ ഇപ്പൊ ഒന്നും മനസ്സിലാക്കുന്നില്ല. പക്ഷെ നിന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ അറിയുന്നു എന്നാ ദൈവം പറയുന്നത്. നീ ആരാ? നീ നിർഭാഗ്യവാനാ. കാരണം ജീവൻ പ്രാപിക്കാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം ക്രിസ്തു എന്ന ആ രക്ഷിതാവിനെ അംഗീകരിച്ച് അവന്റെ മറുവിലെ യാഗം തങ്ങളുടെ പാപത്തിന് പരിഹാരമാണെന്ന് വിശ്വസിച്ച് അവന് വേണ്ടി സമർപ്പിക്കപ്പെട്ട് ജീവിക്കുവാൻ നിനക്ക് സാധിക്കുന്നില്ല. നീ മ്ലേച്ഛകരമായിരിക്കുന്ന ആചാരങ്ങൾക്ക് പിന്നാലെ നടക്കുകയാണ്. നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയുക. അത് കുരുടനാണ് നീ. അതാണ് യേശുവിന്റെ ദൗത്യത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറയും, അന്ധകാരത്തിലിരിക്കുന്നവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ. അതാണ് ക്രിസ്തുവിന്റെ
ഒരു ദൗത്യമതാണ്. അത് അവൻ രണ്ടാമത്തെ വരവിങ്കൽ ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ നീ കുരുടനാണ്. നിനക്ക് സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ, ദൈവത്തിന്റെ വചനം എന്താണെന്ന് മനസ്സിലാക്കാൻ നിനക്ക് സാധിക്കുന്നില്ല. പിന്നെ നീ നഗ്നനാ. അതിനാണ് ഏറ്റവും വലിയ കഷ്ടം. എന്താ നിന്റെ നഗ്നത മറയ്ക്കുവാൻ, പാപമാണ് നഗ്നത എന്ന് പറയുന്നത്, അത് മറയ്ക്കുവാൻ നീ കൊണ്ടാടുന്ന ഒരു ആചാരങ്ങൾക്കും അതിന് മതിയാകയില്ല. ഇത് തന്നെയാണ് യെശയ്യാ പ്രവചനം 4-ാം അധ്യായത്തിൽ പറയുന്നത്. അന്നാളിൽ 7 സ്ത്രീകൾ ചേർന്ന് ഒരു പുരുഷനെ പിടിച്ച്, നീ ഞങ്ങൾക്ക് ഭർത്താവായിരുന്നാൽ മാത്രം മതി, ഞങ്ങൾക്ക് വേണ്ടി നീ ഒന്നും അധ്വാനിക്കണ്ട, ഞങ്ങൾക്ക് ഉടുക്കുവാൻ വസ്ത്രം ഞങ്ങൾ തന്നെ നെയ്തുണ്ടാക്കിക്കൊള്ളാം, ഞങ്ങൾക്കുള്ള അഹോവൃത്തി ഞങ്ങൾ തന്നെ സമ്പാദിച്ചു കൊള്ളാം. അപ്പൊ ഉടുക്കുവാനുള്ള വസ്ത്രം, നഗ്നത മറയ്ക്കുവാനുള്ള വസ്ത്രം ഇന്ന് സഭ എന്ത് ചെയ്യുന്നു? 100 ആചാരങ്ങൾ വഴി നിങ്ങൾക്ക് പാപമോചനം ലഭിക്കുമെന്നവരെ ധരിപ്പിച്ചുകൊണ്ട് യഥാർത്ഥമായും ക്രിസ്തുവിന്റെ രക്തം നൽകുന്ന നീതീകരണം, ആ വസ്ത്രം ധരിക്കുവാൻ അവർക്ക് മനസ്സില്ല. അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നവരാ ഇന്നത്തെ ക്രൈസ്തവ സഭ. അങ്ങനെ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതിരിക്കത്തക്കവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും, അത് ക്രിസ്തുവിന്റെ നീതീകരണമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിച്ചാൽ എന്റെ വിഷയത്തിൽ നിന്നും പിന്മാറിപ്പോകേണ്ടി വരും, സമയം കിട്ടൂല. അപ്പൊ നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവിൻ. ഇതാണ് ഇന്ന് ക്രൈസ്തവ സഭയ്ക്കോട് ദൈവം നൽകുന്ന നിർദ്ദേശമത. ഇതിന് എത്ര വിശ്വാസികൾ അല്ലെങ്കിൽ എത്ര പേർ ഇതിന് തയ്യാറാണ്? തങ്ങളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തങ്ങൾ ആചരിച്ചു പോരുന്ന ഈ അനാചാരങ്ങളിൽ നിന്നും അതിനോട് വിട പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച്, ക്രിസ്തു പറയാത്ത, വിശുദ്ധ വേദപുസ്തകം നൽകാത്ത ഒരാചാരങ്ങൾക്കും കീഴ്പ്പെടുകയില്ല എന്ന് തീരുമാനമെടുക്കുവാൻ എത്ര ക്രൈസ്തവർക്ക് ഇന്ന് സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനികൾ എന്ന് പറയുവാൻ നമുക്ക് ലജ്ജ തോന്നും. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ വചനങ്ങളെ അനുഗമിക്കുന്നവരും അനുസരിക്കുന്നവരുമാണ്. ഇന്ന് നടത്തുന്ന ആചാരങ്ങളിൽ ക്രിസ്തു ഉപദേശിക്കുന്ന, അനുശാസിക്കുന്ന ആചാരങ്ങൾ ഏതുണ്ട് എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കണം. ഇതിൽ ഒന്നുപോലും ക്രിസ്തു നൽകിയിട്ടുള്ള ആചാരങ്ങൾ ഉൾപ്പെടുന്നതല്ല. ഇതൊക്കെയും ആദ്യം സൂചിപ്പിച്ചതുപോലെ കുസ്തന്തീനോസിന്റെ കാലത്ത് ക്രൈസ്തവ സഭയിൽ കടന്നുകൂടിയിരിക്കുന്ന ജാതീയ ആചാരങ്ങളും അതിനുശേഷം പാപ്പാമതം അത് അധികാരത്തിലെത്തി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് AD 325 മുതൽ ക്രൈസ്തവ സഭയിൽ ഈ പാപ്പാമതം അടിച്ചേൽപ്പിച്ച അനാചാരങ്ങളുമായി ഇന്ന് നിലനിൽക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം, പ്രിയമുള്ളവർ. അതുകൊണ്ട് ഞാൻ ആമുഖമായി ഇത് പറയുക. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയൊരു അനാചാരം, ക്രിസ്തുവിന്റെ അമ്മയായിരിക്കുന്ന മറിയയ്ക്ക് സഭ നൽകുന്ന പ്രാധാന്യവും, ആ മറിയയ്ക്ക് ഏതെല്ലാം വിധത്തിലുള്ള നാമങ്ങൾ നൽകിക്കൊണ്ട് അവരെ വിശുദ്ധയായി പ്രഖ്യാപിച്ച്, അവരെ മധ്യസ്ഥയായി സ്വീകരിച്ച്, അവർക്ക് വേണ്ടി പള്ളികളും അവർക്ക് വേണ്ടി മറ്റാരാധനാ സ്ഥലങ്ങളും അവരുടെ നാമധേയത്തിൽ നിർമ്മിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ഈ ഒരു സ്വഭാവത്തെക്കുറിച്ചാണ്, ഈ ഒരു ആചാരത്തെക്കുറിച്ചാണ്, ഈ ഒരു വിശ്വാസത്തെക്കുറിച്ചാണ്. ഇതിൽ എന്തുമാത്രം വേദാനുസരണമാണ് ഈ വിശ്വാസം എന്നുള്ളത് നാം ചിന്തിക്കുക. അതിലേക്കാണ് ഞാൻ ഇന്ന് കടന്നു പോകുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിന്റെ ആദ്യപടിയായി എന്റെ മനസ്സിലേക്ക് വരുന്നത് ക്രിസ്തുവും മറിയയും തമ്മിലുള്ള ഒരു ബന്ധമാണ്. ലോകപ്രകാരം അവർ ഏത് രീതിയിൽ ക്രിസ്തു ഈ മറിയയെ കണ്ടിരുന്നു, സ്വന്തം അമ്മയെ കണ്ടിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ആദ്യമേ തന്നെ ഒന്ന് കടന്നു പോവുക. എവിടെയാണ്? ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 48-ാം വാക്യത്തിൽ പെസഹ പെരുന്നാൾ സംബന്ധിക്കുവാൻ വേണ്ടി മറിയയും ഭർത്താവായിരിക്കുന്ന യോസഫും മകനായിരിക്കുന്ന യേശുവും ചേർന്ന് യെരുശലേമിലേക്ക് പോവുകയാണ്. അവിടെ പെസഹയൊക്കെ ആചരിച്ച് മടങ്ങി വരുമ്പോൾ
ഇവർ ഏതാണ്ട് ഒരു ദിവസത്തെ വഴിയാത്ര കഴിഞ്ഞ് അവർ നോക്കുകയെ, അപ്പോൾ യേശു, ബാലനായിരിക്കുന്ന യേശു കൂടെയില്ല. അവർ പരിഭ്രാന്തരായി, അവർ മടങ്ങിപ്പോന്നു. അവർ തിരിച്ച് ഒരു ദിവസത്തെ യാത്ര കൂടി കഴിഞ്ഞ് യെരുശലേമിലെത്തി. അവിടെ യേശുവിനെ കാണുക, ദേവാലയത്തിലിരുന്ന് ശാസ്ത്രിമാരോടും പരീശന്മാരോടും ഒക്കെ ദൈവവചനം സംബന്ധിച്ച് തർക്കിച്ചു വാദിക്കുന്ന യേശുവിനെ അവർ കാണുന്നത്. അവർ പരിഭ്രാന്തരായി ചോദിച്ചു, നീ എന്താ മകനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ യേശു എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ പിതാവിനുള്ളത് ഇരിക്കേണ്ടതാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നോക്കുക, ഇവിടെ ഈ മാതാവിനെ കുറിച്ച് ഇത്രയേറെ ഇന്നത്തെ നമ്മുടെ സഭകൾ കൽപ്പിക്കുന്ന അപ്രമാദിത്വങ്ങളെല്ലാം ഈ മാതാവിനുണ്ടെങ്കിൽ ഒരു വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തക്കത്തക്കവണ്ണം അവൾ ഒരു അമാനുഷ്യ സ്വഭാവമുള്ളവളാണെങ്കിൽ ഇപ്രകാരം ക്രിസ്തു ചോദിക്കുവോ, ഞാൻ എൻ്റെ പിതാവിനുള്ളതിരിക്കേണ്ടതാ, പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ കുറിച്ച് വിഷമിക്കുന്നത്? അപ്പൊ ആ ശിശുവിന്റെ, ദിവ്യ ശിശുവിന്റെ ജനനം കൃത്യമായി മനസ്സിലാക്കുന്ന മാതാവ്, പിതാവ്, അവന്റെ ഈ മാനുഷ്യ ജന്മത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുന്ന അവർ ഇപ്രകാരം വേവലാതിപ്പെടേണ്ട കാര്യമുണ്ടോ? മറ്റൊന്ന്, ഒരു ദിവസം മുഴുവൻ യാത്ര ചെയ്തിട്ടും ആ ശിശു കൂടെയില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കാത്ത മാതാപിതാക്കൾ. അപ്പോ എന്താ, ഒരു ശിശുവിനെ സംരക്ഷിക്കുവാൻ പോലും എങ്ങനെയുള്ള ശിശുവാ? ഒരു പൊന്നിൻകുടം പോലെ കരുതണ്ട ഒരു ശിശു. അവർക്ക് രണ്ടുപേർക്കും അറിയാം ഈ ശിശുവിന്റെ ജനനം ഏത് സ്വഭാവത്തിലുള്ളതാണെന്ന്. അങ്ങനെയുള്ള ശിശുവിനെ സംരക്ഷിക്കുവാൻ കഴിയാത്ത ആ മാതാപിതാക്കളാണോ മരണശേഷം, ജീവിച്ചിരുന്നപ്പോൾ സാധിക്കുന്നില്ല, അവരാണോ മരണശേഷം മുഴുവൻ മനുഷ്യരുടെയും സംരക്ഷിക്കുവാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ പോരുന്നവരാണ് എന്ന് നമ്മുടെ സഭകൾ നമ്മെ പഠിപ്പിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പോൾ ക്രിസ്തു പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിനുള്ളതിലിരിക്കേണ്ടതാ. അതാണ്. അപ്പൊ ക്രിസ്തുവിന്റെ ജീവിത ഉദ്ദേശം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല. വീണ്ടും നാം നോക്കുക, യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ കാനാവിലെ വിവാഹം, ആ ഭവനത്തിൽ ഉണ്ടായ സംഭവം എന്താ? അവിടെ വീഞ്ഞ് തീർന്നുപോയി. വിരുന്നുകാർക്ക് കൊടുക്കുവാൻ വീഞ്ഞില്ലാതെ വന്നു. അപ്പോൾ എന്താ അമ്മയായ മറിയ എന്ന് ക്രിസ്തുവിനോട് പറയുന്നത്, യേശുവിനോട് പറയുന്നത്? മകനെ, ഇവിടെ വീഞ്ഞ് തീർന്നുപോയി. ക്രിസ്തു എന്താ ചോദിക്കുന്നത്? സ്ത്രീയെ, നിനക്കും എനിക്കും തമ്മിൽ എന്ത്? എന്റെ സമയമായിട്ടില്ല എന്നാ പറയുന്നത്. അപ്പൊ ഈ സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്താ? ഈ ലോകത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണോ എന്റെ ലക്ഷ്യം? എന്റെ സമയമായിട്ടില്ല, ഞാൻ പ്രവർത്തിക്കാനുള്ള സമയമായിട്ടില്ല. പിതാവിന്റെ നിർദ്ദേശപ്രകാരം അവന്റെ ആ നിർണയങ്ങൾ ലോകത്തെ അറിയിക്കുക, ജീവന്റെ വഴികൾ അവർക്ക് അറിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അവസാനം കാൽവറിയിൽ അവർക്ക് വേണ്ടി മരിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിതോദ്ദേശ്യം എന്നുള്ളത് ക്രിസ്തുവിനറിയാം. അത് നിങ്ങൾക്കറിയില്ല. അപ്പൊ എൻ്റെ സമയമായിട്ടില്ല. അപ്പൊ സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് ക്രിസ്തു ചോദിക്കുമ്പോൾ ഒരു മാതാവ് എന്നോട് ചോദിക്കുക, ഇപ്രകാരം വിശുദ്ധയായിരിക്കുന്ന ഒരു വ്യക്തിയാണ് മറിയയെങ്കിൽ, സ്വന്തം മാതാവ് എങ്കിൽ, അത് ക്രിസ്തുവിന് അറിയാൻ സാധിക്കില്ലേ? ക്രിസ്തു അറിയില്ലേ? ക്രിസ്തുവിനേക്കാൾ വലിയ അറിവാണോ നമ്മുടെ സഭയ്ക്ക് ഇവിടെ ഉള്ളത്, നമ്മുടെ സുന്നഹദോസുകൾക്കുള്ളത്? അപ്പൊ അവിടെ ക്രിസ്തുവിന്റെ ചോദ്യം അത് തന്നെയാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ഈ ക്രിസ്തുവിനോട് പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 12:46 നോക്കുമ്പോ, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിപ്പാൻ പുറത്ത് കാത്തു നിൽക്കുന്നു എന്നാ പറയുന്നത്. അവൻ ജനങ്ങളോട് ദൈവത്തിന്റെ വചനം അറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്റെ അമ്മയും സഹോദരന്മാരും വന്ന് നിന്നെ കാണാൻ പുറത്ത് കാത്തു നിൽക്കുന്നു. ഇപ്പൊ ക്രിസ്തു പറയുക, എൻ്റെ അമ്മയും സഹോദരന്മാരും ആരാ? അവൻ എൻ്റെ പിതാവിന്റെ വചനം, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവരാ എൻ്റെ അമ്മയും സഹോദരങ്ങളും, മറ്റാരുമല്ല. അപ്പൊ അവിടെ എന്താ ഈ പറയുന്ന ഈ ജഡീയ മാതാവിന് ക്രിസ്തു കൊടുത്ത സ്ഥാനം എന്താ? എൻ്റെ അമ്മയും സഹോദരനും ആരാണെന്ന് ചോദിക്കുകയാ. നോക്കുക, അങ്ങനെ ചോദിക്കുക. അപ്രകാരം ക്രിസ്തു ചോദിച്ച ഒരു വ്യക്തിയെയാണ് എന്ത് ചെയ്യുന്നത്? ഇന്ന് സമാരാധ്യയായി ലോകം മുഴുവൻ ആരാധിക്കുവാൻ തക്കവണ്ണം നമ്മുടെ സഭ, ക്രൈസ്തവ സഭ അവരെ പുകഴ്ത്തി നടക്കുന്നത്.
വീണ്ടും ചോദിക്കുക, വീണ്ടും പറയാം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ നാം കാണുന്നു, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലകളും ഭാഗ്യമുള്ളത് എന്ന് ഒരു ഭാഗ്യവർണ്ണന നടത്തുമ്പോൾ ക്രിസ്തു പറയോ, അല്ല, അവയൊന്നുമല്ല. അവിടെയും പറയുന്നത് ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവരാകുന്നു എന്റെ ആണ് ഭാഗ്യവാന്മാർ. ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവരാ ഭാഗ്യവാന്മാർ. അല്ലാതെ എനിക്ക് ജന്മം നൽകുവാൻ വേണ്ടി ഒരു ശരീരം നൽകി, ഒരു ഗർഭപാത്രത്തിൽ എന്നെ ഉരുവാക്കി എനിക്ക് ജന്മം നൽകി എന്നുള്ളത് കൊണ്ട് അതല്ല ഭാഗ്യത്തിന്റെ ലക്ഷണം. പിന്നെയോ എൻ്റെ പിതാവിന്റെ വചനം, ദൈവത്തിന്റെ വചനം അത് കേൾക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്യുന്നവരാ ഭാഗ്യവാന്മാർ. അവർ ദൈവരാജ്യം അവകാശമാക്കും. ഈ ഭാഗ്യവർണ്ണന നമുക്ക് ഗിരിപ്രഭാഷണങ്ങൾ വളരെയേറെ കാണാൻ സാധിക്കും. നമ്മൾ വീണ്ടും നോക്കുക, ഇത് ഞാൻ പറയുന്നത് ക്രിസ്തുവും അമ്മയുമായിട്ടുള്ള ബന്ധമാണ്. ഇനി ക്രിസ്തു പുനരുത്ഥാനം പ്രാപിച്ചു. സ്വാഭാവികമായും എന്താ ചെയ്യേണ്ടത്? പുനരുത്ഥാനം പ്രാപിക്കുന്ന ഒരു വ്യക്തി, ക്രിസ്തു അങ്ങനെ പുനരുത്ഥാനം പ്രാപിച്ചപ്പോൾ സ്വാഭാവികമായും ആദ്യം അമ്മയുടെ അടുത്തേക്കല്ലേ പോകേണ്ടത്. ഈ അമ്മ ഇത്രയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ അമ്മയുടെ അടുത്തേക്ക് വേണ്ട പോകാൻ. എന്നാൽ എന്താ ചെയ്തത്? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നമ്മൾ കാണുമ്പോ ഇങ്ങനെയാ, ഈ മഗ്ദലക്കാരത്തി മറിയയും മറ്റൊരു മറിയയും ഈ കല്ലറയ്ക്കൽ നിൽക്കുമ്പോൾ ഒരു ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. ആ കല്ലറയ്ക്കുള്ളിൽ ക്രിസ്തുവിന്റെ ശരീരമില്ല. ഈ ദൂതനെ കണ്ടുവർ ഭയപ്പെട്ടു. അപ്പോൾ ദൂതൻ അവരോട് പറയുക, നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? അവൻ ഇവിടെ ഇല്ല, അവൻ പുനരുത്ഥാനം പ്രാപിച്ചു. ഇത് നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരെ അറിയിക്കുക എന്നാ പറയുന്നത്. ഒരിക്കലും അവന്റെ അമ്മയെ അറിയിക്കാനല്ല പറയുന്നത്. അവന്റെ ശിഷ്യന്മാരെ അറിയിക്കണം, അവന്റെ സഹോദരന്മാരെ അറിയിക്കുക, ഇതാണ് പറയുന്നത്. നോക്കുക, അപ്പൊ ഈ മാതാവിന് ഇത്രയേറെ പ്രാധാന്യമുണ്ടെങ്കിൽ ആദ്യം ചെന്ന് അറിയിക്കേണ്ടത് ഈ മാതാവിനെയല്ലേ അറിയിക്കേണ്ടത്? എന്നിട്ട് വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ഇതിന്റെ തന്നെ മറ്റൊരു ഭാവത്തിൽ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. 20-17 ഞാൻ സമയം പരിമിതി കൊണ്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. മറ്റു കാര്യം കൂടെ പറയുക, അവൻ ക്രൂശിൽ കിടന്നുകൊണ്ട് ആ ക്രൂശിന് സമീപം ആരൊക്കെ ഉണ്ട്? അത് നാം യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. എന്താ? യേശുവിന്റെ 19:25 യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു. നോക്കുക, ഈ അമ്മയെ ഏൽപ്പിക്കുക. താൻ ഏറെ സ്നേഹിച്ച തന്റെ ശിഷ്യനെ ഏൽപ്പിക്കുന്നത് ഈ അമ്മയെ. അതേസമയം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ശിഷ്യർ പിന്നീട് അനുഭവിക്കാനിരിക്കുന്ന പീഡനങ്ങളെ കുറിച്ചും രക്തസാക്ഷിത്വം വരിക്കാനുള്ള അവസ്ഥകളെ കുറിച്ചും ഒക്കെ ക്രിസ്തുവിനറിയാം. അപ്പൊ അങ്ങനെ അവർ നേരിടാൻ പോകുന്ന ആ പീഡനങ്ങളിൽ അവർക്കൊരു സഹായമായിരിക്കണമെന്ന് ഈ മാതാവിനോട് വേണ്ട പറയാൻ. മാതാവ് ഇപ്രകാരമുള്ള സിദ്ധികളുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത് ക്രിസ്തുവിന് അറിയണമല്ലോ. അറിയാമെങ്കിൽ ആ മാതാവിനോട് പറയണ്ടേ, എന്റെ ശിഷ്യന്മാരെ നോക്കിക്കൊള്ളണം. ഇന്നതല്ലേ പറയുന്നത്. ഇന്ന് എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരത്തിനായി മാതാവിന്റെ അടുക്കിലേക്ക് പോകാനല്ലേ പറയുന്നത്. എങ്കിൽ ഈ ശിഷ്യന്മാരുടെ അവർ നേരിടാൻ പോകുന്ന വിപത്തുകളിൽ അവർക്ക് സഹായമായിരിക്കണം എന്ന് ഈ മാതാവിനോടല്ലേ പറയേണ്ടത്. അതേസമയം ആ മാതാവ് കേവലം ഒരു സാധാരണ സ്ത്രീയാണെന്നും ഒരു സാധാരണ മനുഷ്യ സ്ത്രീയാണ് എന്നുള്ളത് വ്യക്തമായി അറിയാവുന്ന ക്രിസ്തു അവരുടെ വാർദ്ധക്യത്തിൽ അവരെ പരിചരിക്കുവാൻ തന്റെ സ്നേഹമുള്ള, താൻ ഏറെ സ്നേഹിക്കുന്ന ശിഷ്യനെ ഏൽപ്പിക്കുന്നത്. നമ്മൾ നോക്കുക എന്താണ് അതിന്റെ അവസ്ഥ എന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് ക്രിസ്തു ഈ മാതാവിന് എന്ത് സ്ഥാനമാ? ഞാൻ പറഞ്ഞത് ബഹുമാനമില്ലെന്നുള്ളതല്ല. ഇന്നത്തെ സഭകൾ കൽപ്പിക്കുന്നത് പോലെ ഒരു അപ്രമാദിത്വവും ഈ മാതാവിന് ക്രിസ്തു നൽകിയിട്ടില്ല. ഇനി നാം ക്രിസ്തുവിന്റെ ജനന സമയത്തെ സംബന്ധിച്ചും ചിന്തിക്കുക.
അവൻ ആദ്യം ബേത്ലഹേമിലെ അവിടെ ആടുകളെ നോക്കിക്കൊണ്ട് രാപാർത്തിരുന്ന ആട്ടിടയർക്കാണ് ദൈവത്തിന്റെ ദൂതൻ അവർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. സ്വർഗത്തിൽ നിന്നും സ്വർഗീയ ദൂതന്മാർ അവരെ ഈ വിവരം അറിയിച്ചു. എന്നിട്ട് അവർ ബേത്ലഹേമിൽ പോയി അവർ പറഞ്ഞു, അതിന്റെ ലക്ഷണം എന്താ, ശിശുവിന് നിങ്ങൾക്ക് അടയാളം എന്താ? ആ പുൽത്തൊട്ടിയിൽ ശീലകൾ കൊണ്ട് ചുറ്റിയ ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. അവർ എന്ത് ചെയ്തു? ആട്ടിടയന്മാർ അവർ പോയി ബേത്ലഹേമിൽ ചെന്നു, ഈ ശിശുവിനെ കണ്ടു. അമ്മയോടും പിതാവായിരിക്കുന്ന യോസഫിനോടും ചേർന്ന് അവർ ശിശുവിനെ കണ്ടു. എന്നിട്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങിപ്പോയി എന്നാ പറയുന്നത്. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് ശ്രമിച്ചത്, അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്തില്ല, ഈ മാതാവിനെയോ പിതാവിനെയോ മഹത്വപ്പെടുത്താനോ അവരെ നമസ്കരിക്കാനോ അല്ല ശ്രമിച്ചത്. നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവര് ഇങ്ങനെയുള്ള മഹത്വമുള്ള മാതാപിതാക്കളെ വേണ്ടേ ആദ്യം നമസ്കരിക്കാൻ? ഇനി വീണ്ടും നാം നോക്കുക വിദ്വാൻമാരുടെ അവസ്ഥ. അവർ പോയി കാണുകയാണ്. അവർ കണ്ടതിന് ശേഷം എന്താ പറയുന്നത്? അവർ ശിശുവിനെ അമ്മയായ മറിയയോടുകൂടി കണ്ടു വീണ് അവനെ നമസ്കരിച്ചു. അവളെ നമസ്കരിച്ചു എന്നല്ല, അമ്മയായ മറിയയോടുകൂടി കണ്ട് അവനെ നമസ്കരിച്ചു. അപ്പൊ ഈ വിദ്വാൻമാർ, അവര് വിദ്വാൻമാരാണ്, ജ്ഞാനികളാണ്. ഈ ശിശുവിന്റെ ജന്മം നൽകിയ മാതാവിനെ ഒന്ന് വീണ് നമസ്കരിച്ചിട്ട് പോരാമെന്ന് അവർ ചിന്തിച്ചോ? എന്നിട്ട് ഇന്ന് ആ വിദ്വാൻമാരുടെ പേരിൽ ഇവിടെ പള്ളികളുണ്ട്. ആ വിദ്വാൻമാർക്ക് ഈ അറിവില്ലാതെ പോയി. പക്ഷെ പിന്നീട് വന്ന നമ്മുടെ സുന്നഹദോസുകളിൽ കൂടിയ പോപ്പുമാർക്കും അങ്ങനെയുള്ള വ്യക്തികൾക്കും ഇങ്ങനെ ഒരു കാര്യം ആവശ്യമാണ്, മാതാവിനെ ഇങ്ങനെ പ്രതിഷ്ഠിക്കേണ്ടത് ആവശ്യമാണെന്ന് പിന്നീട് അവർക്കുണ്ടായ ബോധ്യമാണ്. അതാ പറഞ്ഞ മനുഷ്യപുത്ര ഉറങ്ങിയപ്പോൾ ദുഷ്ടൻ വന്ന് കള വിതച്ചു. ആ നല്ല വിത്തുകളുടെ ഇടയിൽ കള വിതച്ചു. അതാണ് നാം കാണുന്നത്. ആ കളയെല്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ. ഇത് ഞാൻ നേരെ സൂചിപ്പിച്ചതുപോലെ ഈ തട്ടിപ്പ് സംഘങ്ങൾ പാതി വിലയ്ക്ക് സാധനങ്ങൾ നൽകാമെന്ന് പറയുന്ന തട്ടിപ്പ് സംഘങ്ങളെ പോലെയുള്ള സംഘങ്ങൾ എങ്ങനെയാണ് മനുഷ്യരെ അവരുടെ തട്ടിപ്പുകളിൽ കുടുക്കാമെന്ന് ചിന്തിച്ച് നിരവധി മാർഗങ്ങൾ കണ്ടെത്തുകയാണ്. അതുപോലെ തന്നെ പാവപ്പെട്ട വിശ്വാസികളെ എങ്ങനെ അവരുടെ കയ്യിലുള്ള കാശ് സ്വന്തം കീശയിൽ ആക്കാം, നമ്മുടെ ഭണ്ഡാരങ്ങളിൽ അവ വീഴിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് ഓരോ ദിവസവും അവരുടെ ഉപരിപ്ലവമായിരിക്കുന്ന വികാരങ്ങളെ ചൂഷണം ചെയ്യുവാൻ വേണ്ടി ഓരോരോ കർമ്മമാർഗങ്ങൾ ഇവിടെ കൊണ്ടുവരികയും അത് അനുഷ്ഠിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുക. ഇതാണ് നാം കാണുന്നത്. ഇനി മറ്റൊന്ന്, ഇവിടെ ഈ മാതാവിനെ സംബന്ധിച്ച് നമ്മുടെ സഭ പഠിപ്പിക്കുന്നത് എന്താ? അവൾ കന്യകയാണെന്ന്. എങ്ങനെയാ? കന്യക എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം വിർജിൻ. വിർജിൻ എന്നുള്ള ഇംഗ്ലീഷ് പദം, അതിന്റെ ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം അൺമാരീഡ് വുമൻ എന്നാണ്. വിവാഹം കഴിയാത്ത ഒരു സ്ത്രീ എന്നാണ്. വിവാഹം കഴിഞ്ഞവൾ പിന്നീട് കന്യകയല്ല. ഇപ്പൊ യെശയ്യാവ് പറയും കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്നാ പറഞ്ഞത്. അപ്പൊ കന്യക എന്നുള്ള ആ വിളി ഇന്നും തുടർന്നു പോരുന്നത് അത് അസംബന്ധമാണ്. ഒരിക്കലും അത് അംഗീകരിക്കാവുന്ന ഒന്നല്ല. മറ്റൊന്ന്, സഭ പറയുന്നത് ഇവൾ അമലോത്ഭവയാണെന്ന്. എങ്ങനെയാണ് അമലോത്ഭവ എന്ന് പറഞ്ഞാൽ എന്താ? പാപമില്ലാതെ ജനിച്ചവൾ എന്നാണ്. ഇതെന്തിനു വേണ്ടിയാ? എങ്ങനെ സാധിക്കും? ആദാമിൽ നിന്ന് ജനിച്ചിട്ടുള്ള ഒരു മനുഷ്യനും ആദാമ്യ പാപത്തിന് ഉടമകളല്ലാതെ ഇരിക്കയില്ല. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഒരു പുരുഷ ബന്ധമില്ലാതെ ജനിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവൻ മറിയയുടെ ഗർഭപാത്രത്തിൽ ഉരുവായത്. അതുകൊണ്ടാണ്. കാരണം അവൻ ആദാമിന് പകരമായി, പൂർണ്ണ മനുഷ്യനായിരുന്ന ആദാമിന് പകരമായി ഒരു മറുവില യാഗമാകുവാൻ വേണ്ടിയാ. മറിയയ്ക്ക് ഇങ്ങനെ ജനിക്കാൻ സാധിക്കുമെങ്കിൽ ക്രിസ്തു അങ്ങനെ ജനിച്ചു, പിന്നെ എന്തിനാ മറിയ ഇങ്ങനെ ജനിക്കുന്നത്? അമലോത്ഭവയായിട്ട്, പാപമില്ലാത്തവളായി മറിയ ജനിക്കുന്നത് ക്രിസ്തുവിന് പാപമില്ലാതെ ജനിക്കാൻ വേണ്ടിയാണെന്നാണ് അവര് പഠിപ്പിക്കുന്നത്. അപ്പൊ മറിയ ജനിക്കുന്ന അതേ സ്വഭാവത്തിൽ ക്രിസ്തു ജനിച്ചാൽ പോരെ? അങ്ങനെയല്ലേ ക്രിസ്തു ജനിച്ചത്? അപ്പൊ ഈ അമലോത്ഭവത്വം എന്നാ സഭയിൽ വന്നത്? അത് വന്നിട്ട്
1854 സഭ ഇത് അംഗീകരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പിയൂസ് 9 മാർപ്പാപ്പായുടെ കാലത്താണ് സുന്നഹദോസിൽ ഇത് അംഗീകരിക്കുന്നത്. അപ്പൊ ഈ 1854 വരെയും ഈ മാതാവ് അമലോത്ഭവയായിരുന്നു എന്നുള്ള ആ ചിന്ത, അതിനു മുമ്പുണ്ടായിരുന്ന ആ അറിവ്, അതിനു മുമ്പുണ്ടായിരുന്ന പോപ്പുമാർക്കൊന്നും ഇല്ലാതെ പോയോ? സുന്നഹദോസിന് ഇല്ലാതെ പോയോ? അപ്പൊ ഇത് ശുദ്ധ അസംബന്ധമാണ്. ഏതാ മറിയ അമലോത്ഭവയാണ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും മറിയ ഒരു ആദാമ്യ വർഗത്തിൽ ആ സന്തതി പരമ്പരയിൽപ്പെട്ടവളായതുകൊണ്ട് തീർച്ചയായും ആദാമ്യ പാപത്തിന് ഉടമയാണ് മറിയയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന് പറയുന്നത്, ക്രിസ്തുവിന് സഹോദരന്മാരില്ലായിരുന്നു. എത്ര വ്യക്തമായിട്ടാണ് നമ്മളോട് പറയുന്നത്. മാർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 3-ാം വാക്യം, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 55-ാം വാക്യം, ഇവിടെയൊക്കെ നമുക്ക് കാണാം. 13-ാം അധ്യായം 55-ാം വാക്യം മത്തായിയുടെ സുവിശേഷം, ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവന്റെ അപ്പനും അമ്മയും ആരാ? ഇവനൊരു തച്ചന്റെ മകനല്ലയോ? ഇവന്റെ സഹോദരന്മാർ ആരൊക്കെയാ? യാക്കോബ്, യോസെ, യൂദ, ഇവരൊക്കെയല്ലയോ ഇവന്റെ സഹോദരന്മാര് എന്നെല്ലാം അവിടെ കൂടിയിരുന്ന ജനം പറയുമ്പോഴേ ഇന്നത്തെ നമ്മുടെ സഭ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന എന്താണെന്നറിയോ? ഇത് അവന്റെ ബന്ധുക്കളായിരിക്കുന്ന കസിൻസിനെ കുറിച്ചാണ്. ഒരിക്കലും അങ്ങനെ ആകാൻ സാധിക്കുകയില്ല. കാരണം ഇവന് ഈ ജ്ഞാനവും ഈ വീര്യപ്രവർത്തികളും എവിടുന്ന് കിട്ടി? ഇവന്റെ കുടുംബം ഇതല്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ആ കുടുംബ പശ്ചാത്തലം ചോദിക്കുമ്പോൾ ഏതെങ്കിലും ബന്ധുക്കൾ ഇവന്റെതല്ലേ എന്ന് ചോദിക്കുന്നതാണോ അതിന്റെ ന്യായം? ഇവന്റെ രക്തബന്ധത്തിൽപ്പെട്ടവർ ഇന്നവരൊക്കെ അല്ലേ എന്ന് ചോദിക്കുന്നതല്ലേ ന്യായം? അപ്പൊ അവിടെ സഹോദരന്മാർ എന്ന് പറഞ്ഞിരിക്കുന്ന ആ പദത്തിന് ഒരിക്കലും ഒരു കസിൻ എന്നുള്ള അർത്ഥമല്ല. അത് ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട, അതും അതിന്റെ മൂലപദം നമ്മൾ നോക്കുക. അപ്പൊ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാ. അപ്പൊ അതുകൊണ്ട് ആ സഹോദരന്മാരുണ്ട്. അപ്പൊ മറിയ പിന്നീട് പ്രസവിച്ചിട്ടില്ല എന്നുള്ള ആ വിശ്വാസവും തെറ്റാണ് സഹോദരങ്ങളെ. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും മറിയ പ്രസവിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവ് എന്താ ഒന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം, മത്തായിയുടെ സുവിശേഷത്തിൽ കാണാൻ സാധിക്കുന്നത്, അവൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്നത് അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു എന്നാ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. എന്തുകൊണ്ടാ ആദ്യജാതനായ മകനെ പ്രസവിച്ചു എന്ന് പറയുന്നത്? അവന് ശേഷം മറ്റ് മക്കൾ മറിയയ്ക്കുള്ളത് കൊണ്ടാ, പിൻജാതന്മാരുള്ളത് കൊണ്ടാ ഇവൻ ആദ്യജാതനായത്. ഇല്ലെങ്കിൽ അങ്ങനെ മക്കൾ ഇല്ലായിരുന്നുവെങ്കിൽ സുവിശേഷകൻ ഏകജാതനായ മകനെ പ്രസവിച്ചു എന്നാ എഴുതേണ്ടത്. അപ്പൊ ഏകജാതനായ മകൻ എന്ന് എഴുതാതെ ആദ്യജാതനെന്ന് എഴുതിയത് എന്ന് പറഞ്ഞത് പിന്നീട് മറിയയ്ക്ക് മക്കൾ ഉണ്ടായി, അവന് സഹോദരന്മാരുണ്ടായി എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവ് തന്നെയാണ്. മറ്റൊന്ന്, യോസഫ് അവൾ പ്രസവിക്കും വരെയും അവളെ പരിഗ്രഹിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. നമുക്ക് ഒരു ഭാര്യാഭർത്തൃ ദാമ്പത്യ ബന്ധത്തിൽ യോസഫ് അതുവരെയും അവൻ പുലർത്തിയ ഒരു മാന്യതയുണ്ട്. അപ്പൊ അത് ക്രിസ്തുവിന്റെ ജനനം വരെയുമാണ്. അതിനുശേഷം അതുവരെയും പരിഗ്രഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിന്നീട് ഒരു ദാമ്പത്യ ബന്ധത്തിൽ ഉണ്ടാകുന്ന ദാമ്പത്യ ബന്ധങ്ങൾ അവർ പുലർത്തി പോന്നു അതിനുശേഷം എന്ന് തന്നെയല്ലേ? അല്ലെങ്കിൽ പിന്നെ എന്തിനാ ആ ഭാഗം അവിടെ എടുത്തു പറയുന്നത്? അതുവരെയും പരിഗ്രഹിച്ചിട്ടില്ല. എന്നാൽ യോസഫ് മറിയയുമായി ഇങ്ങനെ ഒരു ദാമ്പത്യ ബന്ധത്തിൽ ജീവിതത്തിൽ പ്രവേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പോരെ? ഈ ശിശുവിനെ പ്രസവിക്കും വരെയും പരിഗ്രഹിച്ചിട്ടില്ല എന്ന് പറയുന്നതിന്റെ അതെന്തുകൊണ്ടാ? വേദപുസ്തകം അങ്ങനെ ഒരു വാക്ക് പോലും അനാവശ്യമായി ഉപയോഗിക്കുകയില്ല. അതാണ് വേദപുസ്തകത്തിന്റെ ഏറ്റവും വലിയ ദൈവാത്മനിശ്വസ്തത. കൃത്യമായ അർത്ഥങ്ങളുള്ള കൃത്യമായ പ്രയോഗങ്ങളാണ്. അത് ഗ്രീക്ക് ഭാഷയുടെ പ്രത്യേകത കൂടിയാണ്. ഇത് നാം മനസ്സിലാക്കുക. ഇനി ഈ മറിയാമിന് കൊടുക്കുന്ന നാമധേയങ്ങളുണ്ട് പ്രിയമുള്ളവര്. ഒരു പക്ഷേ ഇന്നിപ്പോൾ മറിയ ക്രിസ്തുവിന്റെ മാതാവ് ഉയർത്തെഴുന്നേറ്റ് വരികയാണെങ്കിൽ അവർക്ക് പോലും ലജ്ജ തോന്നും. എന്നെയാണോ ഇതൊക്കെ വിളിക്കുന്നത്? എനിക്കിതിന് എന്താ യോഗ്യത? മറിയ എന്താ പറഞ്ഞത്? ഞാൻ കർത്താവിന്റെ ദാസി, എന്റെ താഴ്മ നീ കടാക്ഷിച്ചു എന്നല്ലേ പറഞ്ഞത്?
അത്രയും വിനയാന്വിതയായിരിക്കുന്ന ഒരു ഒരു മാതാവ്. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് കർത്താവിന്റെ ഈ വലിയൊരു കൃപ ലഭിച്ചപ്പോൾ അതിനെ സന്തോഷത്തോടുകൂടെ സ്വീകരിച്ചു, ഒരിക്കലും അതിനെ നിരസിച്ചിട്ടില്ല. മറ്റേതെങ്കിലും സ്ത്രീകളാണെങ്കിൽ ഒരുപക്ഷെ അതിന്റെ പേരിൽ ഒത്തിരി ആകുലപ്പെടും. കാരണം അവിവാഹിതയായിരിക്കുന്ന ഒരുവളാണ്, അവൾക്കാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോകുന്നത്, അവൾ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഒരുവളാണ്. അപ്പൊ ആ ഭാവി വരനെ, ആ പ്രതിസുത വരനെ അവൾ എങ്ങനെ അഭിമുഖീകരിക്കും എന്നുള്ള ആ വലിയൊരു ആശങ്ക അവൾക്കുണ്ടാകാം. പക്ഷെ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കർത്താവിന്റെ ഈ ദാനം സന്തോഷപൂർവം സ്വീകരിക്കാൻ തക്കവണ്ണം അവൾ ഹൃദയത്തിൽ പരുവപ്പെട്ടവളായി തീർന്നു എന്നുള്ളതാ. അപ്പൊ ദൈവം നൽകുന്നത് എന്തും സന്തോഷത്തോടെ സ്വീകരിക്കുവാനുള്ള നമ്മുടെ സന്നദ്ധതയാ ദൈവത്തിന് വേണ്ടത്. അതാണ് അവളെ എന്താക്കി അനുഗ്രഹിക്കപ്പെട്ടവളാക്കി തീർക്കുന്നത്. ഇതാണ് എല്ലാവർക്കും മാതൃകയായി നമുക്ക് മറിയയുടെ സ്വഭാവത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട വലിയൊരു മാതൃകയതാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു മാതൃകയാണ് ആ കാര്യത്തിൽ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇനി മറിയയെ വിളിക്കുന്ന ചില പേരുകൾ, അവർ നൽകപ്പെട്ടിരിക്കുന്ന ചില നാമധേയങ്ങൾ എന്താണ്? ക്യൂൻ ഓഫ് ഹെവൻ എന്ന ഒരു പേര് കൊടുത്തിരിക്കുന്നത്. എന്താ? സ്വർഗത്തിന്റെ രാജ്ഞി. ഇത് ജാതീയ ചിന്താഗതിയല്ലേ? കുസ്തന്തീനോസ് കൊണ്ടുവന്നതല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഈ സഭയെ വിളിക്കേണ്ടത് ക്രിസ്തീയ സഭയെന്നല്ല, കുസ്തന്തീനോസിന്റെ സഭയെന്നോ കുസ്തന്തീനോസുകളെ എന്നോ വിളിക്കണം. കാരണം ക്രിസ്തന്തീനോസ് ആണ് ഈ എല്ലാ അനാചാരങ്ങൾക്കും തുടക്കമിട്ടത്. അപ്പൊ ക്രിസ്തീയ സഭ എന്ന് വിളിക്കാൻ അവകാശമില്ല, കുസ്തന്തീനോസിന്റെ സഭയെന്ന് വിളിക്കണം. പ്രിയമുള്ളവരെ, ക്യൂൻ ഓഫ് ഹെവൻ. അടുത്തതാണ് ക്യൂൻ ഓഫ് വിർജിൻസ്, കന്യകമാരുടെ റാണി. നോക്കുക, ഞാൻ പറഞ്ഞു കന്യക എന്നുള്ളത് അവിവാഹിതയായിരിക്കുന്ന ഒരു സ്ത്രീക്ക് മാത്രം വിളിക്കുന്ന പേരാണത്. ഇനി ക്യൂൻ ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ രാജ്ഞി. എങ്ങനെയാണാവോ ലോകത്തിന്റെ രാജ്ഞിയാകുന്നത്? ക്യൂൻ ഓഫ് പ്രോഫറ്റ്സ്, അതാണ് മറ്റൊരു വിളി. പ്രവാചകന്മാരുടെ രാജ്ഞി. എന്ത് പ്രവചനമാണ് മറിയ നടത്തിയിട്ടുള്ളത്? വീണ്ടും ക്യൂൻ ഓഫ് പാട്രിയക്സ്, പിതാക്കന്മാരുടെ രാജ്ഞി. ഇനി ക്യൂൻ ഓഫ് അപ്പോസ്തൽസ്, അപ്പോസ്തോലന്മാരുടെ രാജ്ഞി. ഈ അപ്പോസ്തോലിനെ ഏൽപ്പിച്ചത് ഏതാ? ഈ മറിയയെ സംരക്ഷിക്കാൻ. അങ്ങനെയുള്ള മറിയയെ കുറിച്ചാ പറയുന്നത്, അവർ അപ്പോസ്തോലന്മാരുടെ രാജ്ഞിയാണെന്ന്. ഇനി ക്യൂൻ ഓഫ് ഏഞ്ചൽസ്, ദൂതന്മാരുടെ രാജ്ഞി. ക്യൂൻ ഓഫ് മാർട്ടിയേഴ്സ്, രക്തസാക്ഷികളുടെ രാജ്ഞി. എങ്ങനെയാ? രക്തസാക്ഷിത്വം മറിയ വഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അല്പമെങ്കിലും പറയാം ഇവളും രക്തസാക്ഷിത്വം വഹിച്ചവളാണ്. ഇവിടെ പറയാ ക്യൂൻ ഓഫ് മാർട്ടിയേഴ്സ് എന്നാ പറയുന്നത്. വീണ്ടും പല പേരുകളുണ്ട്. ബ്ലസ്ഡ് മദർ, വിർജിൻ മേരി, മദർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ദൈവമാതാവ്. നോക്കുക, ഇങ്ങനെ ഹോളി വിർജിൻ, വിശുദ്ധ കന്യക, മഡോണ, സ്റ്റാർസ് ഓഫ് ദ സീ. ഇതൊക്കെയാണ് ഇങ്ങനെ എത്രയോ നാമങ്ങളാ മറിയയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. നോക്കുക, ഇനി ഈ മറിയ, മറ്റൊരു കാര്യം, മറിയ സ്വർഗാരോഹണം ഉടലോടുകൂടി സ്വർഗാരോഹണം ചെയ്യപ്പെട്ടു എന്ന സഭ, ക്രൈസ്ത കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. ഇതെന്നാ സ്ഥാപിച്ചത്? 1959 അത് പിയൂസ് 9 മാർപ്പാപ്പായാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഇതിനെക്കുറിച്ചുള്ള ആലോചനകൾ ഇങ്ങനെ സ്വർഗാരോഹണം ചെയ്തു എന്നുള്ളത് പ്രഖ്യാപിക്കാനുള്ള ആലോചന ഏതാണ്ട് 1925 തുടങ്ങിയതാണ്, ആരംഭിച്ചതാണ്. അവസാനം 1959 അങ്ങനെ ഒന്ന് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഇതൊക്കെ സഭയുടെ കണ്ടെത്തലുകളും. ഇത് എന്തിനു വേണ്ടിയാ? വിശ്വാസികളെ അന്ധവിശ്വാസത്തിന്റെ ചരടിട്ട് മുറുക്കി അവരിൽ കുറെ ആരാധനയ്ക്കും അവരിൽ നിന്നും വഴിപാടുകൾ സ്വീകരിക്കാനുള്ള അങ്ങനെ ഒരു ധനാഗമ മാർഗം കണ്ടെത്തിയതായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ഇവിടെ ഈ വിഷയം ഇവിടെ പര്യവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കുക, കണ്ണു തുറന്ന് വേദപുസ്തകം വായിക്കുക. ക്രിസ്തുവിന്റെ അനുയായി എന്നുള്ള നാമത്തിന് ആ നാമധേയി ആകുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതിന് ക്രിസ്തു നമ്മെ ഉപദേശിച്ച വചനങ്ങൾ എന്താണ് എന്ന് ചിന്തിക്കുക. എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് ക്രിസ്തുവിന്റെ വചനം. യെരുശലേം ദേവാലയത്തെ നോക്കിക്കൊണ്ട് അവിടെ വ്യാപാരം നടത്തിയിരുന്നവരെ ചാട്ടവാറിന് അടിച്ച് പുറത്താക്കിയ ക്രിസ്തു
ഇങ്ങനെ ഇന്ന് അവൻ ഇവിടെ മടങ്ങി വന്നാൽ തീർച്ചയായും ഈ എല്ലാ ദേവാലയങ്ങളിലും നടക്കുന്ന ഈ കച്ചവടങ്ങളെ അവൻ നിർദ്ദയം അടിച്ചു പുറത്താക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിക്കുക. ദൈവത്തിന്റെ വചനം അത് നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ, സ്വാതന്ത്ര്യമുള്ളവരാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും ഇതിനോടനുബന്ധമായി മറ്റൊരു വിഷയവുമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരും. നിങ്ങൾ കേൾക്കുവാനും അതിനെ ചിന്തിക്കുവാനും തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്യങ്ങൾ ഞാനിവിടെ പര്യവസാനിപ്പിക്കുന്നു.